പിറവി 1 ചൊവ്വ. മത്തായി സുവിശേഷം 2 അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഈജിപ്തിൽ നിന്നുള്ള തിരിച്ചുവരവ്. ഹെറോദോസ് ഒന്നാമനെ ഭയന്ന് ജോസഫ് ഈജിപ്ത് ജയിലിലേക്ക് ഓടിപ്പോയി. BC 4 അദ്ദേഹം മരിച്ചപ്പോൾ കർത്താവിന്റെ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ ഭരിച്ചിരുന്ന പ്രദേശം മുഴുവനായി തിരിച്ച് അവന്റെ 3 മക്കൾക്ക് റോമൻ ഭരണാധികാരിയായ അഗസ്റ്റ് സീസർ വീതിച്ചു കൊടുത്തു. അർക്കലോവസിന് യൂദാ സമരിയ പ്രദേശവും അന്തിപ്പാസിന് ഗലീലി പെരിയ ദേശവും ഫിലിപ്പിന് ജോർദാന്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് വീതിച്ചു കൊടുത്തിരുന്നത്. സ്വന്തം പേരിനോടൊപ്പം പിതാവിന്റെ പേര് കൂട്ടിച്ചേർത്തതിനാൽ സുവിശേഷത്തിൽ പലപ്പോഴും ഹെറോദോസ് എന്ന് പേരിൽ വിളിക്കപ്പെട്ടിരുന്നു. ജോസഫ് ഈജിപ്തിൽ നിന്ന് ജെറുസലേമിലെത്തി ചേർന്നപ്പോൾ മകൻ അർക്കലോവസാണ് ബത്ലഹേം അടങ്ങുന്ന ഭാഗം ഭരിക്കുന്നതെന്നറിഞ്ഞതിനാൽ അവിടേക്ക് പോകാൻ ജോസഫ് ഭയമായി. അതിനാൽ ഗലീലി ദേശത്ത് നസറത്തിൽ അവർ താമസം ആരംഭിച്ചു. അങ്ങനെ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ പ്രവചനം പൂർത്തിയായി. മരുഭൂമിയിലെ പരീക്ഷണം കഴിഞ്ഞ് തന്റെ പരസ്യ ജീവിതത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം ഗലീലി ആയതിനാൽ ഗലീലിയൻ എന്നും അവൻ വിളിക്കപ്പെട്ടു. എന്നാൽ അവിടുത്തെ ഭരണാധികാരിയായ അന്തിപ്പാസ് അവന്റെ ഭാര്യയായ ഫാസിലിനെ നപ്പിറ്റായിലെ അരാത്താസിന്റെ മകൾ ഉപേക്ഷിച്ച് സഹോദര ഭാര്യയായ ഹെരോദ്യയെ കൂടെ താമസിപ്പിച്ചതിനെ സ്ഥാപകൻ വിമർശിച്ചതിനാൽ അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും പിന്നീട് ശിരച്ഛേദനവുമൊക്കെ നടക്കുന്ന സംഭവം നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിന്റെ വിചാരണ സമയത്ത് ഗലീലക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അതിന്റെ ഭരണാധികാരിയായ ഹെറോദോസിന്റെ അന്തിപ്പാസ് അരികിലേക്ക് യേശുവിനെ പീലാത്തോസ് പറഞ്ഞുവിടുന്നു. അന്തിപ്പാസിന്റെ ഭരണകാലം BC 1 മുതൽ AD 19 വരെയായിരുന്നു.